നമ്മുടെ നാട്ടിലേക്ക് പോലെ നല്ലൊരു ഫോറസ്റ്റ് സൂപ്പർ ഫോറസ്റ്റാണ്. നല്ല അരുവികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പിള്ളേരെ കൊണ്ട് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഓഫൊക്കെ കിട്ടുമ്പോൾ സാറ്റർഡേസിൽ സൺഡേസിൽ എപ്പോഴും ഒരു ദിവസം ഇവർക്ക് ഇങ്ങനെ ചില്ലടിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവരും. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് വ്യൂസൊക്കെ കാണിക്കാം. എല്ലാ വ്യൂസൊക്കെ കാണിക്കാൻ സമയം കിട്ടുമെന്ന് അറിയത്തില്ല, പക്ഷേ ഞാൻ ചെറുതൊക്കെ കാണിക്കും. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ബ്രിഡ്ജാണ്. അതിങ്ങനെ ഒരു പൈപ്പ് ലൈൻ പോകുന്ന ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ ആ ബ്രിഡ്ജ് ഇതാണ് ഭയങ്കര ഒത്തിരി വർഷങ്ങളതിന് പഴക്കമുണ്ട്. അപ്പം അതിങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിസിറ്റി പോകുന്ന ഒരു ലൈനാണ്. അതിന് മുകളിൽ കൂടെ ട്രെയിനിൻ്റെ ഉണ്ട്. അതിന് മുകളിലൊരു പാലം കണ്ട് അതിനകത്തൂടെ നമുക്ക് ട്രെയിനൊക്കെ പോകുന്നുണ്ട്. നല്ല രസമാണ്, നല്ലൊരു റിഫ്രഷിംഗ് ആണ്. നമുക്ക് പിള്ളേർക്കൊക്കെ ആയാലും ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചില്ലോട്ട് അടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകും. നമ്മുടെയൊക്കെ നാട്ടിൽ കമ്മൽപ്പൂവൊക്കെ പോലെ ഇവിടെ ഇങ്ങനെ ഇതുപോലെ നല്ല നല്ല എന്താ പറയുക പുഷ്പങ്ങളൊക്കെ ഇപ്പം സമ്മറൊക്കെ ആയതുകൊണ്ട് എല്ലാം പൊട്ടി മുളച്ചൊക്കെ വരുന്നുണ്ട്. അതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ വട്ടയിലൊക്കെ പോയിരിക്കുന്ന സാധനം കണ്ടോ. ഇത് കണ്ടോ, ഇതാണ് ആ ബ്രിഡ്ജിൻ്റെ ഒരു ആർട്ട് വ്യൂ എന്ന് പറയുന്നത്. എത്ര വർഷം പഴക്കമാണെന്നറിയോ. ഇത് കണ്ടോ, ഇതാണ് സംഭവം. നല്ല ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് കൈയും വീശി നടക്കാൻ നല്ല സുഖമാണ്. പക്ഷേ ഈ പ്രാം നമുക്ക് കയ്യിലാണ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതിലൂടെ നടക്കാനായിട്ട്. അതാണ് അതിൻ്റെ ഒരു സംഭവം എന്നൊക്കെ പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ നേച്ചർ ഒരു ഇങ്ങനെ വാക്കിങ് പരിപാടികളൊക്കെ. എൻ്റെ പിള്ളേർക്ക് ചെറുപ്പം തൊട്ട് തന്നെ ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കൂടുതൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ ഉള്ളതുകൊണ്ടും ഒരു പ്രത്യേക ഒരു വൈബാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വന്ന് ചില്ലടിക്കാനും ഒരു ഡക്കുണ്ട്. നമ്മുടെ നാട്ടിലെ ഡക്ക് കാണുന്നുണ്ടോ? കണ്ടോ, 3-4 ആൺഡക്കുകൾ അതിലൂടെ മുന്തം നടക്കുന്നുണ്ട്. കണ്ടോ എങ്ങനെയുണ്ടോ കുഞ്ഞാ? യു എൻജോയ് കുഞ്ഞാ? ഇഷ്ടപ്പെട്ടോ എൻ്റെ കുഞ്ഞിനാ? എന്ത് രസമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമ്മർ ടൈമിലാണ് ഇവിടെ കൂടുതൽ എല്ലാവരും ഇങ്ങനെ വാക്കിങ് പരിപാടികളൊക്കെ ആയിട്ട്. അല്ലാത്ത സമയത്തൊന്നും നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഭയങ്കര രസമാണ്. ഭയങ്കര രസമാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റും. ഈ കല്ലുകളൊക്കെ കണ്ട ഇതൊക്കെ വളരെയധികം കൊത്തിയൊക്കെ പണിതാന്ന് തോന്നുന്നു. നല്ല കണ്ട എന്ത് എത്രയോ എഫോർട്ട് എടുത്തിട്ടുണ്ടാവും ഇതൊക്കെ ഒന്ന് പണിത് ഇതേപടി ഇങ്ങനെയൊക്കെ കീപ്പ് ചെയ്തേ നല്ല രീതിയിലൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കണ്ട ഇത് കണ്ടോ കുഞ്ഞാ നോക്കിയോ, ഞാൻ സ്റ്റോണും കൊണ്ട് നോക്കിയാൽ അവർ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ. എത്ര വർഷം പഴക്കമുണ്ടെന്നറിയാമോ? കണ്ടോ കുഞ്ഞാ? ഇതുകൊണ്ട് ഈ സംഭവം ഈ കല്ലിൻ്റെ മുകളിലൊക്കെ കണ്ടോ ഓരോരോ ട്രീസ് ഇങ്ങനെ വന്ന് കണ്ടോ അതൊക്കെ പടർന്ന് വന്തലിച്ച് ഇതൊക്കെ ഇവർ കീപ്പ് ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. കണ്ടോ എന്നാ ഒരു ബ്യൂട്ടീനെസ് ആണ് നോക്കിക്കേ. നല്ല രസമല്ലേ? എന്താ നല്ല രസം. അതുകൊണ്ടോ നല്ല വേരുകളൊക്കെ ഇറങ്ങി എന്തേറെ ലീവ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ്. ഇതിലൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ പേടിക്കാതെ ഇങ്ങനെ നടക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ പറയുന്നത്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും നമുക്കിങ്ങനെ പേടിക്കാതെ സമാധാനമായിട്ട് നടക്കാൻ പറ്റുമോ? വല്ല പീഡിപ്പീരും കൂടെ നടന്നേനെ. അപ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. എല്ലാവരും വാക്കിങ്ങിനും എല്ലാവരും കാണുമൊക്കെ ആണെങ്കിൽ ഹായ് ബായ് ഒക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകും. നമുക്ക് സമാധാന സന്തോഷത്തോടുകൂടി പീസ്ഫുള്ളായിട്ട് ഈ ഒരു അന്തരീക്ഷമൊക്കെ എൻജോയ് ചെയ്ത് പോകാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കണ്ടോ ഈ വാട്ടറിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ പിള്ളേർക്കായാലും ഇന്നത്തെ തലമുറക്ക് അതൊന്നും ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ജനറേഷനൊന്നും അനുഭവിക്കാൻ യോഗമില്ല. എന്തായാലും എൻ്റെ പിള്ളേർക്ക് അതൊക്കെ അനുഭവിക്കാനുള്ള യോഗം. അതാണ് എൻ്റെ ഒരു സന്തോഷം. നമ്മുടെ നാട്ടിലെ കാക്കത്തൊള്ളായിരം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു വേറെ വേഷനിലുള്ള ഒരു ഇതൊക്കെ ഇപ്പോഴാണെങ്കിൽ ഇതൊക്കെ കണ്ട നല്ല നല്ല പർപ്പിൾ കളറിലുള്ള നല്ല ലീഫ് കണ്ട നല്ല രസമില്ലേ? ഇതുകൊണ്ട് പ്രത്യേക രീതിയിലുള്ള ഈ മരമൊക്കെ നോക്കി എന്ത് രസമായിട്ട് ഇവർ കീപ്പ് ചെയ്തിരിക്കുന്നു. ഒന്നും ഇവർ മുറിച്ച് കളയത്തില്ല. അത്ര പഴക്കം ചെന്നാൽ മാത്രമേ ഇവർ മുറിച്ച് കളയത്തുള്ളൂ. പക്ഷേ മുറിച്ച് കളയുന്ന സംഭവങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇവർ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകും. പാർക്കുകളിലൊക്കെ ഭയങ്കരമായിട്ട് ഇതൊക്കെ കണ്ടോ മുറിച്ച് പ്രത്യേക രീതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പാർക്കുകളിലൊക്കെ കൊണ്ട് ഇതുകൊണ്ടൊക്കെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രസമാക്കി വരും. ഇത് കണ്ടോ ഇതിന് നടുക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും കയറി ഇരിക്കുക. ഇത് കണ്ടോ എന്ത് രസമാണ് നോക്കിയേ. കണ്ടോ ഫുഫൊക്കെ ഞാൻ പൂന്നൊക്കെ പൂവൊക്കെ കണ്ട. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെയും കാണിച്ചില്ലേ നിങ്ങൾക്കൊരു വിഷമമൊക്കെ ആവത്തില്ല. അപ്പോൾ ഇതാണ് ഞാൻ വേറെ ആരും വീഡിയോയും ക്യാമറയൊന്നും പിടിച്ചാൽ ഞാൻ തന്നെ വേണ്ട ഇതൊക്കെ പിടിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാക്കിങ് പരിപാടി. അപ്പം പിള്ളേരെ ആ ഒരു രീതിയിൽ എടുക്കുന്നതുകൊണ്ടേ നമുക്ക് അവിടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാകുമ്പോൾ വളരെ ചില്ലടിച്ചങ്ങോട്ട് പോകാമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. നാട്ടിലെ കാപ്പിപ്പൂവൊക്കെ ഇല്ലേ, കാപ്പിപ്പൂവിൻ്റെയൊക്കെ വേറൊരു വേർഷനിലുള്ള ഒരു തരം ലീഫും അതിൻ്റെ ഒരു ഫ്ലവർ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. കണ്ടോ ഭയങ്കര രസമാണ്. ഈ സമ്മർ ആകുമ്പോഴത്തേനാണ് ഇതിനൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പിള്ളേരെ കൊണ്ട് ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി പോവാം.
ഞങ്ങൾ പൊതുവേ ഇവിടെ വാട്ടർഫോളൊക്കെ ഉള്ളൊരു ലൊക്കേഷൻ ഉണ്ട്. അത് ഞാൻ പിന്നെ വീഡിയോ പിന്നെ ചെയ്യാം. ഇപ്പം ചുമ്മാ പിള്ളേരെ കൊണ്ട് അവർക്ക് വെള്ളത്തിലൊക്കെ ചുമ്മാ ഇറങ്ങി കാലൊക്കെ കഴുകണം. പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് ചില്ലടിച്ച് അവർക്കൊന്ന് കുറച്ച് സമയം വെള്ളത്തിൽ കളിക്കാനുള്ളൊരു, നമ്മുടെ നാട്ടിലാകുമ്പോൾ തോട്ടിലൊക്കെ ഇറങ്ങി കളിക്കാമല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രത്യേക രസം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ചില്ലടിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഒരു വൈബും കാര്യങ്ങളൊക്കെയാണ്. വെള്ളത്തിൽ കളിക്കാമെന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിപ്പാപ്പൂന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ അവരുടെ പട്ടിയെ കുളിപ്പിക്കാനൊക്കെ ആയിട്ടപ്പം നമ്മളും ഇന്നിപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ ഫുഡൊക്കെ കഴിച്ച് ചില്ലടിച്ച് ഇട്ടായ അപ്പോൾ അവർ കുറച്ച് പേര് ആരാണ്ടൊക്കെ നിൽക്കണം. അവർ ഡക്കിനെ അല്ല പട്ടീനെ കുളിപ്പിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അതല്ല നല്ല രസമാണ്. ചില സ്ഥലങ്ങളൊക്കെ കുറച്ച് ആഴമുണ്ട്, എന്നാലും ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് പരന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ വലിയ ടെൻഷൻസ് ഒന്നും വേണ്ട. കൂടുതൽ പേര് ഇവിടെ വന്ന് ഇങ്ങനെ ബാർബിക്യൂ അങ്ങനത്തെ കാര്യങ്ങൾ ഇത് കണ്ടോ, ചുട്ട് ഒക്കെ തിന്നേണ്ടവർക്കൊക്കെ ചുട്ട് തിന്നലും കാര്യങ്ങളൊക്കെ എല്ലാവരും നടത്തി ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. സമ്മറിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പരിപാടിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഡക്ക് ഒരാണും പെണ്ണും കൂടെ നീന്തി തുഴഞ്ഞങ്ങ് പോകാൻ കണ്ടോ. പട്ടി വന്നുകൊണ്ട് പട്ടി ഇവിടെ എല്ലാം ഇളക്കിയിട്ടാണ് പോയത് കണ്ടോ. അപ്പോൾ ഇത്രയാണ് സംഭവം എന്ന് പറയുന്നത്. നല്ല ക്ലൈമറ്റാണ്. എങ്ങനെയുണ്ട് കുഞ്ഞി പാപ്പു? ഞങ്ങളെന്നാൽ പയ്യെ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങണം. നല്ല പൈൻ മരങ്ങളാണ് മുകളിൽ നിൽക്കുന്നത് കണ്ടോ, നല്ല പൈൻ മരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ഇത് കുഞ്ഞിപ്പാപ്പു ഇരിപ്പുണ്ട്. കുഞ്ഞിച്ചേർക്കൻ ഇതാണ്ട് പൈൻ്റെ കാലം. അപ്പോൾ നമ്മൾ ഇച്ചിരി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇച്ചിരി ഫുഡൊക്കെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി യോഗട്ടൊക്കെ ഇട്ട് പിള്ളേർക്ക് ഇച്ചിരി യോഗട്ടൊക്കെ വേണം. ഇച്ചിരി ഒരു മന്തി അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം വേറെ എവിടെയൊക്കെ ഇരുന്ന് ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലേ കുഞ്ഞിപ്പക്കളെ, സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞാ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എൻ്റെ ഈ ഒരു ഫോറസ്റ്റ് വാക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, ടേക്ക് കെയർ.